രാജലക്ഷ്മി അമ്മേ, എന്തു പറ്റി? നിങ്ങളെന്താ ഈ ഭിക്ഷ ചോദിക്കാൻ വന്നവരെ പോലെ ഞങ്ങളോട് പെരുമാറുന്നേ? ഞങ്ങൾക്ക് പോണം, വേറെ തൊഴിലുള്ളതാ. ദൈവഗീതമായിരിക്കാം. അരുതാത്ത പലതും ഇവിടെ സംഭവിച്ചു. നിങ്ങളത് ക്ഷമയോടെ കേൾക്കണം. അത് അറയ്ക്കകത്ത് ഉടവാള് കാണാനില്ല. എന്താ നിങ്ങളൊക്കെ ഈ പറയുന്നത്? കാര്യം ഒരു കേസ് ഉണ്ടായതുകൊണ്ട് കോടതി താൽക്കാലികമായി ഒരു റിസീവർ വച്ചിട്ടുണ്ടെങ്കിലും അത് ചെമ്പകമംഗലത്തിന്റെ സ്വത്താ, ഐശ്വര്യമാണ്. അത് കാണുന്നില്ല എന്ന് പറഞ്ഞാലേ ഇവിടുന്ന് മഹാലക്ഷ്മി പോയെന്നർത്ഥം. നിങ്ങൾ ഞങ്ങളെ കളിയാക്കുക. ഇത് വിശ്വാസികളുടെ പ്രശ്നമാ. ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളെ പറ്റിക്കുക നിങ്ങൾ ചെയ്യുന്നത്. ക്ഷോഭിക്കല്ലേ സാറേ, വാൾ ഒളിപ്പിച്ചു വെച്ചിട്ടല്ല ഞങ്ങൾ ഇല്ലാതെ പറയുന്നത്. സംശയം തോന്നെങ്കിൽ സാറിന് കയറി പരിശോധിക്കാം. നിങ്ങളുടെ വീടിനകത്ത് കയറി നിരങ്ങാനൊന്നും അല്ല ഞാൻ വന്നത്. വിശ്വാസികളുടെ ആവശ്യം സംരക്ഷിക്കണം. കാലാകാലങ്ങളായിട്ട് അനന്തനാരായണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ചെമ്പകമംഗലത്തെ അത്ഭുതവാണ് ഭക്തജനങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിക്കാറുണ്ട്. അത് കോടതി ചുമതലപ്പെടുത്തിയ റിസീവറായ എന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നടത്തപ്പെടുന്നത്. ഉടവാൾ ഇവിടെ ഹാജരാക്കിയേ പറ്റൂ. ഇവിടെ ഇല്ലാത്ത ഉടവാള് ഞങ്ങൾ എവിടെ നിർത്തി തരാനാ? സാർ, ഞങ്ങളുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ സാറും മനസ്സിലാക്കണം. ഞങ്ങളെല്ലാവരും വല്ലാത്ത തകർച്ചയിലാണ്, ടെൻഷനിലാണ്. ആ വാളിന്റെ മൂല്യം എന്താണെന്ന് സാറിന് അറിയാമല്ലോ. നിങ്ങൾക്കത് കോടിക്കണക്കിന് വില വരുന്ന ഒരു മരതക വാളായിരിക്കും. പക്ഷെ വിശ്വാസികൾക്ക് അതൊരു ദേവസങ്കല്പമാ. വിശ്വാസികളെ തൊട്ട് കളിച്ച കളി മാറുവേ. വെറുതെ അനാവശ്യ കാര്യങ്ങളിൽ കയറി വിഷം കലക്കരുതേ. തിരുമേനി, ഈ റിസീവർ ആകെ തളർന്നു നിൽക്കുന്ന ഞങ്ങളെ അനാവശ്യമായ ആരോപണങ്ങൾ ഉയർത്തി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയാ. ആ വാള് ഈ വീടിന്റെ സമ്പത്തായിട്ടല്ല കരുതിയത്, ഈ വീടിന്റെ ഐശ്വര്യമായിരുന്നു. അതിനെന്താ സംശയം രാജലക്ഷ്മി അമ്മേ? അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. ആ വാള് ഉടനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം.